ഇന്ന് ശിവരാത്രിയാണ്. അപ്പോൾ ഞാനും കുഞ്ഞുണ്ണൊക്കെ ഉറങ്ങാതെ നിൽക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ചെറുതായിട്ടിട്ടോ ഞാൻ വലിയ കാര്യത്തിലാണ്. ഞാൻ കാണിച്ചു തരാം. ഓനെ ഇതാ ഇരിക്കുന്നത്. എന്താ കാട്ടുന്നത്? അപ്പോൾ അമ്മേ ഇതണ്ടോ ഈ സോപ്പിൻ്റെ പകുതി എടുത്തിട്ട് പൊട്ടിച്ചിട്ട് കളിക്കുകയാണ്. അതാ അമ്മമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. മുടിയൊക്കെ നന്നായി ചീന്തുകയാണ് കേട്ടോ. പിന്നെ അമ്മ അതാ അവിടെ കുക്ക് ചെയ്യുന്നുണ്ട്. കുഞ്ഞുടൻ കളിയിലാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ അതാ നമ്മുടെ കറുത്ത കോഴിക്കുട്ടി എന്നും വരും ഇങ്ങോട്ട്. നമ്മൾ കറുത്ത കോഴി അമ്മമ്മേനെ കണ്ടുകൊണ്ട് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. അമ്മമ്മയും ഓളും എന്തോ ഒരു ബന്ധമുണ്ട് തോന്നുന്നു. ഏതൊരു സമയം വന്നിരിക്കാറുണ്ട്. ഞാനാണെങ്കിൽ വലിയ പണിയിലൊന്നുമല്ല. ഈ വൈകുന്നേരം ഒന്ന് ആയി കിട്ടാനാണ്. പിന്നെ ചോറിനാണ്ട് കിടക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കും. എല്ലാ ഒരു ദിവസമൊക്കെ കിടന്നില്ല വെച്ചിട്ട് ഒന്നും വരാൻ പോകുന്നില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞുട്ടൻ ഇത് അരിക്കൽ പോയിട്ടുണ്ട്. കണ്ടോ ഇവിടെ ഇതുണ്ടായിരുന്നു കേട്ടോ. ഈ അരിക്കുന്ന സാധനം വലിയൊരു കോലായിരുന്നു. അത് ഇത് ഇവിടെ കിട്ടിയിരുന്നു കേട്ടോ. ഈ കോല് ഞാൻ തോണ്ടി കളിച്ചു. അതേന്ന് നല്ല ക്ലീൻ ചെയ്യുന്നു. ഇപ്പോൾ ചളിയൊക്കെ പിടിച്ചതാണ്. ചെറുതും ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. ഇതാ നമ്മളെ കറുത്ത കോഴി. ഞാൻ വൈകുന്നേരം ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമുക്ക് ഇങ്ങനെ നടക്കുന്നതിനെക്കാട്ടും സുഖം എവിടെയെങ്കിലും ഇരിക്കുക കേട്ടോ. ഇവിടെ ഇരുന്നാൽ ആ പാറ്റ് വരുമെന്നും അറിയില്ല. ഇതൊക്കെയാണ് ഞങ്ങൾ കണ്ടം. ഞാൻ വെറുതെ ഇരുന്നപ്പോൾ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചാട്ടാ. എന്തിനോ വേണ്ടിയിട്ട് നല്ല കുരയിലാണ്. അപ്പോൾ നമുക്കത് പോയേക്കാൻ പറഞ്ഞു. അതുകൂടിയാണ് ഇങ്ങോട്ട് പോകുന്നത്. ബ്രൂണോനെ നോക്കാം. എന്തിനാ കുട്ടി എന്തിനാണ് കുറയ്ക്കണേ? പോസി ഇങ്ങോട്ട് വാ. ഇവിടുന്നേക്ക് വീഡിയോ എടുക്കാൻ സുഖമുള്ള ഇവിടെ ആരെ നോക്കിയിട്ട് പോയി കുറയ്ക്കുന്ന. അവിടുന്ന് നല്ല കോരയാണ് ഇങ്ങോട്ട്. ആ വീട്ടിൽ ഏതോ ഒരു ആള് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ വീട്ടിൽ സംസാരിക്കുന്ന ലാംഗ്വേജ് പിന്നെ യൂട്യൂബിൽ ഞാൻ സംസാരിക്കാൻ പാടില്ലല്ലോ. വീട്ടിൽ സംസാരിക്കുമ്പോൾ കുറച്ച് ഡേഞ്ചറൊക്കെ അതുകൊണ്ടാണ്. അപ്പം അവൻ്റെ അരിക്കൽ ഇവിടെ ശബലമായിട്ട് ഇരിക്കുന്നുണ്ട്. കണ്ടോ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചളിക്കുകയാണ് പിന്നെ നമ്മളെ വിറക് ഇതുണ്ടോ ഇത്രയുണ്ട്. ഏതൊരു സമയം ഞങ്ങളുടെ അടുത്ത് തന്നെയാണ്. ഉണ്ടോ അമ്മമ്മയാണെങ്കിൽ ഇന്ന് വളരെ ഹാപ്പിയിലാണെന്ന് തോന്നുന്നത്. കണ്ടോ അമ്മ എന്താണ് ഞാനാണെങ്കിൽ ഓരോരോ കഥകൾ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുകയാണ് എൻ്റെ പണി. ഇന്ന് ഭക്തിഗാനങ്ങൾ പാടിയിരിക്കേണ്ട ദിവസം. അതെ ഉണ്ടോ കോഴി ഞങ്ങളെല്ലാവരും ഒരു തിടുക്കത്തിലാണ്. ഇത് അമ്മമ്മ ഇത് കറുത്ത കോഴീനെ ഞങ്ങൾ കറുത്തേന്നാണ് വിളിക്കുക. അമ്മമ്മ വേറെ ഒരു പേര് വിളിക്കും. ആ പേരെന്താ? അമ്മമ്മയ്ക്കാണെങ്കിൽ ഇന്ന് നല്ല ഷുഗർ എന്തോ കുടിക്കണത് തോന്നുന്നു. രാവിലെ തന്നെ അമ്മമ്മ നല്ല മധുരമുള്ള സാധനങ്ങൾ. ഇന്നലെ എന്തേന്ന് ഉണ്ടാക്കി വെച്ചിരുന്നു? ഒരു കൽത്തപ്പം ഉണ്ടാക്കി വെച്ചിരുന്നു. ആ കൽത്തപ്പം ഇട്ടിട്ടുണ്ടാവും. നമ്മൾ ഇട്ടിട്ടില്ലല്ലോ. നമ്മളത് അപ്പോൾ നമ്മൾ ഇട്ടുകണ്. അപ്പോൾ അത് കഴിച്ച് നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു. അതാണ് രാവിലെ അമ്മമ്മ കുറേ കഴിച്ചേ. അപ്പോൾ അമ്മമ്മയ്ക്ക് എന്താണ് ഷുഗർ കൂടിയ പോലെ ഉണ്ട്. അമ്മമ്മ പിന്നെ വെസ്റ്റേജത്തെ സപ്ലിമെൻ്റൊക്കെ ഇങ്ങനെ കഴിച്ച് നടക്കുന്നതാണ്. അപ്പോൾ വേഗം മാറും. അമ്മമ്മ ഇങ്ങനെ ഇരുന്ന് ഇവളെ
അമ്മമ്മേൻ്റെ കാവൽക്കാരിയാണ് ഇവിടെ ഈ പെണ്ണ്. ഏതൊരു സമയം എടുത്ത് വന്നങ്ങാട് ഇങ്ങനെ വർത്താനം പറയണം. ഇവർ രണ്ടാളും എന്തോ ഈ ബന്ധമുണ്ട്. അമ്മമ്മേനെ നോക്കാൻ വേണ്ടി അത് കൂടെ വിട്ട ഉടനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നിരിക്കല. അമ്മമ്മ എവിടെയാണ്? ഞാൻ അമ്മമ്മ ഇടനാഴിയിലാണെങ്കിൽ അത് ഇടനാഴിക്ക് വരും. ഇതാണ് കുഴപ്പം. കിടക്കുകയാണെങ്കിൽ അമ്മമ്മ അപ്പം ഇത്രയും നേരം കിടക്കുകയെന്ന് അപ്പോഴും ഈ കോഴിയാണ്ട് വരിക. അത് ഇങ്ങോട്ട് വരിക ആത്തിക്ക് ആ കസാരൻ്റെ അടിയിൽ ഈ പെണ്ണ. അതെ, ഇപ്പൊ മുട്ടയിടലൊക്കെ കുറവാണ്. ഞങ്ങൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞിരിക്കുമ്പോൾ ഞാനൊരു വീഡിയോ ഇടാന്ന് വിചാരിച്ചതാണ്. ഏതെങ്കിലും ഒരു പാട്ട് പാടിയാൽ മതി. അമ്മ കുക്കിംഗ് മൂഡിലാണ്. രാത്രിയിലത്തെ വീഡിയോ ഞങ്ങൾ ഇടാം. അപ്പോൾ എല്ലാവർക്കും ബൈ.